കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പ്രഭാഷകനുണ്ട്. ഞാൻ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ വലിയ മദ്ഹൊന്നും പറയുന്നില്ല. ഒരു ADGP ആണ് അദ്ദേഹം അലക്സാണ്ടർ ജേക്കബ് IPS ജയിൽ ADGP ആയിരുന്നു അദ്ദേഹം ഒരിക്കൽ കൊല്ലം ജില്ലയിൽ ഒരു പ്രഭാഷണത്തിന്റെ മുഖ്യ പ്രഭാഷകനായി. അതേ പരിപാടിയിൽ നബിദിന സന്ദേശം പ്രസംഗിക്കുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹത്തിന്റെ നാടിനെ പറ്റി പറയാണ്, എന്റെ നാട്ടില് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല, മുസ്ലിങ്ങൾ ഇല്ലാത്തത് വലിയൊരു കുറവാണെന്ന് കണ്ടപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ പരിസരത്തുള്ള പല ആളുകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം കുടുംബങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചു. അവരവിടെ വസ്തു വാങ്ങി വീട് വെച്ച് ഇന്ന് ഞങ്ങളുടെ നാടിന്റെ പരിസരത്തൊക്കെയും മുസ്ലിമീങ്ങളാണ്. അതൊരു അഴകാണ്, സൗന്ദര്യമാണ്, സൗരഭ്യമാണ്, സായുജ്യമാണ്, സന്തോഷമാണ്, ആഹ്ലാദമാണ്. മുസ്ലിമീങ്ങളുടെ ബാങ്ക്, മുസ്ലിമീങ്ങളുടെ കുടുംബം. പിന്നെ പള്ളികളിൽ ഒരു സമയ ഏകീകരണം വേണമെന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പൊതുപരിപാടികളൊക്കെ വരുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേൾക്കും, പ്രഭാഷകൻ പോയി ഇരിക്കും. ബാങ്ക് തീരുമ്പോൾ എഴുന്നേറ്റ് വന്ന് അടുത്ത പറയാൻ തുടങ്ങുമ്പോൾ ഇപ്പുറത്തെ പള്ളിയിൽ നിന്ന്, അത് മറ്റേ പള്ളിയാണ്, അവിടെ നിന്ന് എടുത്ത ബാങ്ക്. വീണ്ടും ഇയാൾ പോയി അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് വീണ്ടും എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പുറത്തെ പള്ളിയിൽ നിന്ന്, അത് ഇച്ചിരി കൂടെ കടുപ്പമുള്ള പള്ളിയാണ്, അവിടെ നിന്ന് വേറൊരു ബാങ്ക്. ഈ കമ്മിറ്റിക്കാരുടെ ജോലി എന്താ? എല്ലാവരോടും വിളിച്ചു കൂട്ടിയിട്ട് പള്ളിയുടെ ക്ലോക്കിന്റെ ടൈം, എല്ലാ പള്ളികളുടെ ക്ലോക്കിന്റെ ടൈം ഏകീകരിക്കണം. അപ്പൊ ഒരു നാട്ടിൽ ഒരു സമയത്ത് ബാങ്ക്. ആരും പറയൂല നമ്മളെപ്പറ്റി മോശം, ഇത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മള്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. മുസ്ലിമീങ്ങളുള്ളത് ഏറ്റവും നല്ല മനോഹരമാണ് എന്ന് അലക്സാണ്ടർ ജേക്കബ് IPS എന്ന ജയിൽ ADGP ആയ തടവ് പുള്ളികളെ കൊണ്ട് ചപ്പാത്തിയും ചിക്കക്കറിയും ഉണ്ടാക്കിയിട്ട് എന്റെ മുഹമ്മദിന്റെ ചരിത്രത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞ്, എന്തുകൊണ്ടാണ് ഡെഡ് ബോഡിയുടെ മുമ്പിൽ വെച്ച് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും തന്റെ തൊപ്പി അഴിച്ചിട്ട് സല്യൂട്ട് ചെയ്യുന്നത്, ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ജൂതന്റെ ശവശരീരം കൊണ്ടുപോകുന്നത് കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന മുഹമ്മദിന്റെ ആ മനഃശാസ്ത്രത്തിൽ നിന്നാണ് അങ്ങനെ ഒരു സംവിധാനം ഉടലെടുത്തത് എന്ന് കേരളീയ സമൂഹത്തിൽ ധൈര്യമായിട്ട് വിളിച്ചു പറഞ്ഞ അലക്സാണ്ടർ ജേക്കബ് IPS എന്ന ആ ഉദ്യോഗസ്ഥന്റെ നാട്ടിൽ മുസ്ലിമീങ്ങളുടെ അഭാവമുണ്ടായപ്പോൾ പരിസര നാടുകളിൽ നിന്ന് മുസ്ലിമീങ്ങളെ വാടകയ്ക്കെടുത്തിട്ട് നാട്ടിൽ വസ്തു വാങ്ങിപ്പിച്ച് വീട് വെച്ചിട്ട് ഒരു മുസ്ലിം സൊസൈറ്റിയാക്കി നാടിനെ മാറ്റിയെന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലോകത്താകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ ഏറ്റവും നല്ല അനുസരണയുള്ള ഒരേ ഒരു സമുദായം ഉണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായം മാത്രമാണ്. അല്ലാത്തവർക്ക് കുരുപൊട്ടും അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട അഞ്ചാമത്തെ പ്രാർത്ഥന, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയ്യതിനാ, എന്നെയും എന്റെ മക്കളെയും എന്റെ പരമ്പരകളെയും നീ അനുസരണയുള്ളവരാക്കണം തമ്പുരാനെ, മുസ്ലിമീങ്ങളാക്കണേ തമ്പുരാനെ. അതാണ് അഞ്ചാമതായി ഖുർആൻ സന്താനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പഠിപ്പിച്ചത്. അത് നമ്മൾ കൃത്യമായി ചെയ്യണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിൽ ഒരു കഥ പറയും, ഖുർആനിൽ ഒരു ആയത്തുണ്ട് സൂറത്തുൽ ബഖറയിൽ. ഇബ്രാഹിം നബി തന്റെ മക്കളോട്, ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തോടെ കേൾക്കണം. എന്താ അല്ലാഹ് പറഞ്ഞത്? വവസ്വാ ഇബ്രാഹീമു ബനീഹി വയഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സൂറത്തുൽ ബഖറ 132-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, വവസ്വാ ഇബ്രാഹീമു ബനീഹി, ഇബ്രാഹിം നബി തന്റെ മക്കളോട് വസിയത്ത് ചെയ്തു. ആര്? ഇബ്രാഹിം നബി. ആരോട്? തന്റെ മക്കളോട്. ഏത് മക്കൾ? ഇസ്മായിൽ. അറേബ്യൻ പ്രവാചകന്മാരുടെ പരമ്പര അവിടെ നിന്നാണ്. മറ്റൊരു മകൻ ഇസ്ഹാഖ്, മകൻ യാക്കൂബ് വഴിയാണ് ഇസ്രായേലി പ്രവാചകന്മാര് മൂസ, ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ പരമ്പര. അപ്പൊ ഇബ്രാഹിം നബി തന്റെ മക്കളോട്, ഇസ്മായിൽ, ഇസ്ഹാഖ് അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരുടെയും പരമ്പര ചെന്ന് കേന്ദ്രീകരിക്കുന്ന ഇബ്രാഹിം നബി തന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി പ്രവാചകന്മാരായ മക്കളോട് വസിയത്ത് ചെയ്തു. എന്താ വസിയത്ത്? യാക്കൂബ് നബിയും വസിയത്ത് ചെയ്തു. എന്തായ ബനിയ, എന്റെ സന്താനങ്ങളെ, എന്റെ പൊന്നുമക്കളെ. യാക്കൂബ് നബിയുടെ മക്കളാരാ? നബിയുല്ലാഹി യൂസുഫ്, മഹാനായ ബിന്യാമീൻ, തന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾ. അവരോട് വസിയത്ത് ചെയ്തു. എന്താണ്? ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹു ദീൻ തെരഞ്ഞെടുത്ത് തന്ന
തന്നിരിക്കുകയാണ് ഇസ്ലാം. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഇബ്രാഹിം നബി മക്കളോട്, പ്രവാചകന്മാരായ മക്കളോട്, യാക്കൂബ് എന്ന പ്രവാചകന്മാരായ മക്കളോടും അല്ലാത്ത മക്കളോടും വസിയത്ത് ചെയ്യുന്നു, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അപ്പൊ പ്രവാചകനല്ലാത്ത ഞാൻ, പ്രവാചകനല്ലാത്ത എന്റെ മകനോട് ഉപദേശം കൊടുക്കണ്ടേ? ചിന്തിച്ചു നോക്ക്, എന്തുപദേശം? മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഒരു നബിമാരായ മക്കളോട് പറയാണ്, മക്കളെ നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അതിന്റെ ഗൗരവം അതാണ്. നമ്മളെ മക്കളോട് ഇതുവരെയും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മക്കളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? മക്കൾക്ക് അനുസരണയുണ്ടോ? മക്കൾക്ക് ബോധമുണ്ടോ? ആ ബോധം വരാൻ ഉമ്മ എന്ത് ചെയ്തു? ഉമ്മ ഈ എന്താണ് ഈ ചീനിത്തോട്ടത്തില്, കപ്പത്തോട്ടത്തില് പെരിച്ചാഴി കയറി പന്നിക്കൂട്ടം കയറിയത് കണക്ക് ഇങ്ങനെ കിണ്ടി നടക്കുക. മൊബൈലില് മക്കൾ തോന്നിയതുപോലെ അങ്ങനെ നടക്കുക. വാപ്പ പിന്നെ കഞ്ചാവും വെള്ളമായിട്ട് അങ്ങനെ നടക്കുക. എന്നിട്ട് നാട് നന്നാവുന്നില്ല എന്ന് പറഞ്ഞാൽ നീ നിന്റെ മകനെയും നിന്നെയും അനുസരണയുള്ളവരാകണം, എന്നിട്ട് വേണ്ടി ദ്വാരക്കണം അള്ളാഹുവിനോട്. ഇതാണ് 5ാമത്തെ പ്രാർത്ഥന. ഇനി ഞാൻ 2 പ്രാർത്ഥന കൂടി, ഒരു 3 പ്രാർത്ഥന കൂടിയുണ്ട്, ചുരുക്കി ഞാൻ പറയാം, ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. 6ാമത്തെ പ്രാർത്ഥന, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏതെന്നറിയോ? നമ്മുടെ മക്കൾ നിസ്കാരക്കാരാകാൻ വേണ്ടിയാണ്. ഖുർആൻ പറഞ്ഞ പ്രാർത്ഥനയാണ്, നമസ്കാരക്കാരാകാൻ വേണ്ടിയാണ്. സൂറത്ത് ഇബ്രാഹിം 40ാമത്തെ ആയത്തിൽ പറയുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാ. ആര് പറയുന്നു? ഇബ്രാഹിം നബിയുടെ ദുആ. പടച്ചോനെ എന്നെ നിസ്കാരക്കാരനാക്കണേ, വമിൻ ദുർരിയതി എന്റെ സന്താന പരമ്പരകളെയും നമസ്കാരക്കാരാക്കണേ അല്ലാ, എന്നെയും എന്റെ സന്താനങ്ങളെയും നിസ്കാരമുള്ളവരാക്കണേ തമ്പുരാനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. വിശദീകരിച്ചാൽ അങ്ങനെ അങ്ങ് പോകും, നമ്മുടെ സമയം അധികരിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനു വേണ്ടി, തനിക്കും വേണ്ടി ദുആ ചെയ്തത് ഞങ്ങളെ നിസ്കാരക്കാരാക്കണേ തമ്പുരാനെ എന്നാണ്. അതിന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുക കൂടെ ചെയ്തു. എന്താണെന്നറിയോ? ഇരിക്കുന്ന കൊച്ചു മക്കളില്ലേ, ചില ആളുകൾ പറയും, കുട്ടികൾ എന്തൊരു മനുഷ്യന്മാരാ നമ്മളാ. ചില പള്ളികളിൽ കുഞ്ഞു മക്കള് ചെന്നാൽ ഈ ചില കാരണവന്മാരുണ്ട്, അവരെ ചെവിയിൽ പിടിച്ച് കറക്കി. ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും 2 വലിയ ആളുകൾ നിന്നിട്ട് അതിന്റെ ഇടയ്ക്കാ നമ്മളെ നിർത്തിയിരിക്കുക. അവരെ ഇടത്തേക്കാലും നമ്മുടെ വലത്തേക്കാലും ഇവരുടെ വലത്തേക്കാലും നമ്മുടെ ഇടത്തേക്കാലും ചവിട്ടിയിട്ടാ നിൽക്കുക. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചാടും. ആ കാലത്തുള്ള പിതാക്കന്മാരൊക്കെ നമ്മളെ സഹിച്ചത് കൊണ്ട് എന്തുണ്ടായി? വലിയ കുഴപ്പമില്ലാതെ നമ്മുടെയൊക്കെ തലമുറ ഇങ്ങനെ പോകുന്നു. ഇപ്പോഴത്തെ കുഞ്ഞു മക്കളെ പള്ളി കൊണ്ടുവന്നാൽ മൂത്രം ഒഴിക്കുമെന്നുള്ള പേടി, കുരുത്തക്കേട് കാണിക്കുമെന്നുള്ള പേടി. അവര് ബഹളം വെച്ചാൽ എന്തിനാ നിങ്ങൾ ബഹളം വെക്കുന്നത്? ഉപ്പമാരെ, കുഞ്ഞു മക്കളെ പള്ളിയിൽ കൊണ്ടുവന്നാൽ എന്താ നിങ്ങൾക്ക് പാമ്പേഴ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവരെ പള്ളിയിൽ കൊണ്ടുവന്ന് അവരെ പള്ളിയുടെ നറുമണം അവർ കാണട്ടെ, പഠിക്കട്ടെ. എന്താ കാരണം? ജനരഹിതവും ജലരഹിതവും ഫലരഹിതവുമായ, ജനശൂന്യവും ജലശൂന്യവും ഫലശൂന്യവുമായ മസ്ജിദുൽ ഹറമിന്റെ തൊട്ടടുത്ത് മഹാനായ ഇബ്രാഹിം നബി തന്റെ മകനെയും ഭാര്യയും ആക്കിയിട്ട് മാറിപ്പോകുന്ന ഒരു സന്ദർഭമുണ്ട്. എന്നിട്ട് ഇബ്രാഹിം നബി ദുആ ചെയ്തു, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, നിന്റെ ഹറമിന്റെ അടുത്ത് എന്റെ സന്താനങ്ങളിൽ ചിലരെ ഞാൻ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ലിയുഖീമുസ്സലാ, അവര് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ്. ചെറിയ പ്രായത്തിൽ ഇസ്മായിൽ നബിയെ കൊണ്ടുവന്ന് ഹറമിന്റെ അടുത്താക്കാൻ കാരണം എന്താ? വേറെ അപ്പുറത്തോട്ടോ ആക്കിയ പോരാ, പള്ളിയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ അള്ള പറഞ്ഞതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം ഈ മകന്റെ മനസ്സിൽ പള്ളിയുമായി ഒരു കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വാപ്പ പള്ളിയിൽ പോകുമ്പോ കുഞ്ഞു മക്കളെ കൂടെ കയ്യിൽ പിടിക്കണം, ഉമ്മമാര് ഒരുക്കി വിടണം. കാരണം എന്തേ? ആ മക്കള് പള്ളിയിലേക്ക് വന്ന് തൊപ്പി വെച്ച് പള്ളിയിലേക്ക് വന്ന് പള്ളിയിൽ നടക്കുന്ന ഇബാദത്തുകളും കാണുമ്പോ ആ കുഞ്ഞിളം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊത്തിവെക്കും ഇബാദത്ത്. ആ കുട്ടികൾ നന്നാകും. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി, എന്നെയും എന്റെ പരമ്പരയെ നിസ്കാരക്കാരനാക്കണം തമ്പുരാനെ. നബി ദുആരക്ക മാത്രമല്ല, അത് പ്രവർത്തിക്കുക കൂടെ ചെയ്തു. മകനെ കൊണ്ടുവന്ന് പള്ളിയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി.
അള്ളാഹു നമ്മുടെ മക്കളെ നിസ്കാരമുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ ഒരു സമൂഹത്തിന് ഉപകരിക്കുന്ന ദിശാബോധം നൽകുന്ന ഒരു തലമുറയാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ. ഇനി ഏഴാമതായി ഞാൻ ചുരുക്കി പറയാണ്, വിശദീകരണങ്ങൾ ഒന്നുമില്ല. ഏഴാമതായി അള്ളാന്റെ ഖുർആന് മക്കൾക്ക് വേണ്ടി ദുആരക്കാൻ പഠിപ്പിച്ചത് എന്തെന്നറിയോ? ആ മക്കൾ നല്ല ഭക്ഷണം കിട്ടണം. മക്കൾക്ക് പടച്ചോനെ ഇത്രയും പറഞ്ഞത് ആത്മീയ കാര്യമാണ്, ഇത്രയും പറഞ്ഞ ആത്മീയ കാര്യമാണ്. ഇനി പറയാൻ പോകുന്നത്, പടച്ചോനെ എന്റെ പൊന്നു മക്കളെ അള്ളാഹുവേ നീ ഒരിക്കലും എന്റെ മക്കൾക്ക് കഴിക്കാനൊന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കരുത്. അൽഹംദുലില്ലാ. എന്നോട് പറഞ്ഞു ഇത് നിങ്ങളല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, ആ പ്രിയപ്പെട്ട മക്കൾക്ക് മതബോധമുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ആ മക്കൾക്ക് ഭൗതികമായ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഈ പ്രസംഗം ഇത്രയും കേൾക്കുമ്പോൾ ചിന്തിക്കും, ഇത് ഏത് കാലത്ത് ഖുറാഫിയുടെ പ്രസംഗമാണ്? ഈ മൊയ്ലിയാർ എവിടത്തുകാരനാണ്? ചെറുക്കുള്ള സങ്കടമൊക്കെ കേട്ടാൽ. ഞാൻ ഈ ഈജിപ്തിൽ പോയിട്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഞാൻ പരിശുദ്ധ മദീനയും പരിശുദ്ധ മക്കയും കഴിഞ്ഞാൽ ഞാൻ ആഹ്ലാദത്തോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്ത 7 ദിവസത്തെ യാത്രയാണ് ഈജിപ്റ്റ് യാത്ര. കെയ്റോയില് മഹാനായ വക്കീ റഹിമഹുല്ലാഹ്, ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്, ഇമാം ഷാഫി തങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട മഹാനായ സക്കരിയ അൻസാർ റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞിട്ട് മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല അടക്കം ചെയ്യപ്പെട്ട കർബല, പിന്നെ ഹുസൈൻ മസ്ജിദ് കെയ്റോയിലെ. അത് കഴിഞ്ഞിട്ട് നഫീസത്തുൽ മിസ്രിയ, റാബിയത്തുൽ അദവിയ, ദുന്നൂനുൽ മിസ്രി, ലൈസ് റഹിമഹുല്ലാഹ്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ, ഇമാം ബൂസ്രി തങ്ങൾ, ഇമാം മുർസി തങ്ങൾ, അതങ്ങ് അലക്സാണ്ട്രിയയിലാണ്. അത് കഴിഞ്ഞിട്ട് തൊന്തയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി തങ്ങൾ, അത് കഴിഞ്ഞിട്ട് അഹ്മദുൽ ബദവി തങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഹാറൂൻ നബി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പിടി മഹാന്മാരായ പൂർവ്വസൂരികളെ നേതാക്കന്മാരുടെ ഖബർ സന്ദർശിച്ച്, അതുപോലെ തന്നെ നൈൽ നദി, മെഡിറ്ററേനിയൻ കടല്, സൂയസ് കനാല്, അതുപോലെ തന്നെ ചെങ്കടലിലെ ചില ഭാഗങ്ങൾ, ഇതുപോലെ തൂർസീന പർവ്വതം, വാദിൽ മുഖദ്ദസ്, അള്ളാഹുവിനോട് സംസാരിച്ച മൂസാ നബി ചെരുപ്പടിച്ചു വെച്ച സ്ഥലം, ഇതൊക്കെ സാമിരി പശുക്കുട്ടി ഉണ്ടാക്കിയ സ്ഥലം, ഇതൊക്കെ കണ്ട് ലൈബ്രറി, പിന്നെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡ്, ഇതെല്ലാം കണ്ട് ഇതെല്ലാം എനിക്കൊരു അത്ഭുതമായി തോന്നി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പങ്കുവച്ച് ഞാൻ ഇച്ചിരി വൃത്തിയുള്ള തുണി ഇട്ടു എന്നുള്ളത് തെറ്റായി പോയി. അതിന്റെ അടിയിൽ വന്ന് കുറേ കൗമിങ്ങള്, ഒരു പണിയില്ലാത്ത ആളുകൾ. എന്നിട്ട് ചോദിക്കുക, എത്ര ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ടെന്നറിയോ നിങ്ങൾക്ക്? അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്ത് പറ്റി? അപ്പോഴാണ് അല്പം നല്ല വൃത്തിയുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് ഇതൊക്കെ ഇട്ടപ്പോ അവർക്ക് സഹിക്കുന്നില്ല, ഇതൊക്കെ ദഹിക്കുന്നില്ല. ഇതാണ് ഈ സമുദായത്തിന്റെ പ്രശ്നം. ഈ സമൂഹത്തിൽ കുറെ എണ്ണം അങ്ങനെയുണ്ട്, ചില അഴുക്കുകൾ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്ക് ഇത് അനിവാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ഭൗതികമായ കാര്യങ്ങളും കൂടെ ഉണ്ടാകണം. ചില ആളുകൾ ചിന്തിച്ചു പോകും, ഇത്രയും പറഞ്ഞത് ആത്മീയമല്ലേ, ഇത് ഏത് കാലത്ത് മൊയ്ലിയാരാണ്? അപ്പൊ മക്കൾക്ക് വസ്തു വാങ്ങിക്കൊടുക്കണ്ടേ? മക്കൾക്ക് ഭക്ഷണം വേണ്ടേ? മക്കൾക്ക് നല്ലൊരു വണ്ടി വേണ്ടേ? അതൊന്നും ഖുർആനിൽ പ്രാർത്ഥനയില്ലേ? ഉണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ ആയത്തെടുത്ത് നിങ്ങൾ പരിശോധിക്കേ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആരക്കാൻ അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവേ എന്റെ മക്കളെ ജനങ്ങൾ ഇഷ്ടപ്പെടണേ അല്ലാ, എന്റെ മക്കളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തണേ അല്ലാ, എന്റെ മക്കളെ ജനങ്ങൾ വാരി പുണരണേ അല്ലാ. ഫജഅൽ അഫിദതം മിനന്നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ്സമറാത്ത്. എന്റെ സന്താനങ്ങൾക്ക് നീ ഫലമുള്ള ഭക്ഷണം നീ കൊടുക്കണേ, ഭൗതിക സുഖങ്ങൾ കൊടുക്കണേ അല്ലാ. ഇബ്രാഹിം എന്ന വാപ്പ ഇസ്മാഈൽ നബിക്ക് വേണ്ടി മാത്രമല്ല, തന്റെ പരമ്പരകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുവേ ഫർസുഖുഹും വർസുഖുഹും മിനസ്സമറാത്ത്. അല്ലാഹുവേ നീ അവർക്ക് എല്ലാ വിഭവങ്ങളും കൊടുക്കണേ അല്ലാ. ലഅല്ലഹും യശ്കുറൂൻ. നന്ദിയും കൂടെ ഉണ്ടാകണം. ആ നന്ദി കാണിക്കാൻ വേണ്ടി നന്ദി വേണം മക്കൾക്ക്. പക്ഷെ അല്ലാഹുവേ നീ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണേ തമ്പുരാനേ. ആ ഒരു
കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി ദുആരന്നു. ചുരുക്കി പറഞ്ഞാൽ ഭൗതികവും ആത്മീയവുമായ ഏത് വിഷയങ്ങളെ പറ്റിയും തനിക്കും തന്റെ പരമ്പരകൾക്കും വേണ്ടി ദുആരക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു. അവസാനിപ്പിക്കുമ്പോ ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ പ്രിയപ്പെട്ട മക്കൾക്ക് ഭൗതികമായ സംവിധാനങ്ങൾ വേണം. പക്ഷേ സാമ്പത്തികമെല്ലാം എല്ലാം മക്കൾക്ക് എഴുതി കൊടുത്തിട്ട് ആ സമ്പത്ത് മുഴുവനും മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് മതത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരിൽ ഒരാളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബീഅത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് ഫറൂഖ് എന്നയാള് പട്ടാളക്കാരനാണ്. അദ്ദേഹം പട്ടാളക്കാരനാണ്. അതിർത്തിയിൽ എന്തോ ഒരു വിഷയം വന്നപ്പോ ഫറൂഖ് എന്ന പട്ടാളക്കാരൻ റബീഅ എന്ന് പറയുന്ന മാലിക് ഇമാമിന്റെ ഗുരുനാഥന്റെ വാപ്പ ഫറൂഖ് പട്ടാളക്കാരനാണ്. തന്റെ ഭാര്യയുടെ കൈവശം 30,000 അഷ്റഫി ദീനാർ കൊടുത്തിട്ട് പറഞ്ഞു, പെണ്ണെ ഞാൻ പോവാണ്, വരാൻ വൈകി പോകും. അന്ന് ഭാര്യ ഗർഭിണിയാണ്. റബീഅത്ത് എന്ന പ്രിയപ്പെട്ട മകന്റെ കഥ പറയാണ്. ഉമ്മ ഗർഭിണിയാണ്. ഫറൂഖ് എന്ന പട്ടാളക്കാരന്റെ ഭാര്യ ഗർഭിണിയാണ്. 30,000 അഷ്റഫി ദീനാർ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ചെലവിലിരിക്കട്ടെ, ഞാൻ വരാൻ അല്പം വൈകി പോകും. വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 27 വർഷങ്ങൾ കഴിഞ്ഞു. 27 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തിയത്. ഫറൂഖ് വന്നു. ഇതിനിടയിൽ ഭാര്യ പ്രസവിച്ചു. IMOയും അതുപോലെ തന്നെ ഗൂഗിളും അതുപോലെ തന്നെ വാട്സപ്പും അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളും വന്നില്ലല്ലോ. ഭാര്യയുടെ അടുക്കലേക്ക് വന്നിട്ട് ഫറൂഖ് ചോദിച്ചു, നമ്മുടെ മോനെവിടെ? നീ പ്രസവിച്ചല്ലോ, ഞാൻ പോയ ശേഷം നമ്മുടെ മോനെവിടെ? ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആദ്യം മസ്ജിദ് നബവിയിൽ ചെന്ന് നന്നായിട്ട് സിയാറത്ത് ചെയ്തു വാ, അള്ളാന്റെ മുത്തിനെ പോയി കണ്ടിട്ട് വാ, ഒരു സലാം പറഞ്ഞിട്ട് വായോ, നിങ്ങൾക്ക് മോനെ കാണിച്ചു തരാം. ഭർത്താവിനോട് ഭാര്യ പറഞ്ഞത് മദീനത്തെ മസ്ജിദ് നബവിയിൽ പോയി സിയാറത്ത് ചെയ്തിട്ട് വരാൻ. നേരെ പള്ളിയിൽ ചെന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് വന്ന് നബിതങ്ങളോട് ഹൃദയം കൊണ്ട് സലാം പറഞ്ഞു. നോക്കുമ്പോ ഒരു വലിയ ജനക്കൂട്ടം മസ്ജിദ് നബവിയിലെ വലിയ ജനക്കൂട്ടമാണ്. എന്താണെന്നറിയാൻ ഓടി വന്നിട്ട് ഫറൂഖ് എന്ന പട്ടാളക്കാരൻ ആളുകളുടെ ഇടയിലൂടെ തല അകത്തേക്കിട്ട് നോക്കുമ്പോ സുന്ദരനായ പള്ളിയിലെ ഇമാമ്, മസ്ജിദുൻ നബവിയിലെ ഇമാമ്, സുമുഖനും സുന്ദരനും, ആളുകൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു, ആളുകൾ കൈപിടിച്ചു മുത്തുന്നു, ആളുകൾ വന്നിട്ട് വാരി പുണരുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഉസ്താദിന്റെ മുഖം എത്ര തേജസ്സുള്ള മുഖമാണ്. മസ്ജിദുൻ നബവിയുടെ മുദരിസാണ്, ഇമാമാണ്, അവിടത്തെ ഇമാമാണ്. ആളുകൾ സ്നേഹിക്കുന്നത് കണ്ടപ്പോ ഫറൂഖ് എന്ന പട്ടാളക്കാരൻ ചെന്നിട്ട് കൈപിടിച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ വിശേഷങ്ങൾ പങ്കുവെക്കാണ്. ആദ്യം വന്ന് സിയാറത്ത്, രണ്ടാമത് വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഞാൻ തന്ന 30,000 അഷ്റഫി ദീനാർ ചെലവായോ? ഭർത്താവ് അങ്ങനെയാണല്ലോ, കണക്കില്ലെങ്കിൽ കാര്യം കൈവിട്ട് പോകും. ഭാര്യയോട് ചോദിച്ചു, 30,000 ദീനാർ നിനക്ക് ചെലവായോ? ആ സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, നമ്മളെ മോനെവിടെ, നീ ഉള്ളത് പറ. ആ സമയത്ത് ഭാര്യ ചോദിച്ചു, ഫറൂഖേ മസ്ജിദുൻ നബവിയിൽ സിയാറത്ത് ചെയ്തു. എന്നിട്ട് നിങ്ങൾ മസ്ജിദുൻ നബവിയിൽ എന്തെങ്കിലും കാഴ്ച കണ്ടോ? കണ്ടു. എന്താണ്? ഒരു പുതിയ ഇമാമ്, അദ്ദേഹത്തിന്റെ ജനങ്ങളൊക്കെ വാരി പുണരുന്നു, സ്നേഹിക്കുന്നു, എല്ലാവരും കൈപിടിച്ചു ചുംബിക്കുന്നു, നെഞ്ചകത്തേക്ക് അവരെ വാരി പുണരുന്നു. നിങ്ങൾ മിണ്ടിയോ ഇമാമിനോട്? ഇല്ല. തിരക്കല്ലേ, ഞാനൊന്ന് കൈതൊട്ടിട്ട് തിരിച്ചു വന്നു. പെണ്ണെ എന്താ പ്രശ്നം? 30,000 ദീനാർ ചെലവായോ? ആ സമയത്താണ് ഭാര്യ പറയുന്നു പ്രിയപ്പെട്ട ഭർത്താവിനോട്, എന്റെ പ്രിയതമാ, നിങ്ങൾ എനിക്ക് ചെലവിന് തന്ന 30,000 അഷ്റഫി ദീനാറാണ് മസ്ജിദുൻ നബവിയുടെ ആ പള്ളിക്കകത്ത് ജനങ്ങളുടെ ഇടയിൽ വാരി പുണരുന്ന പള്ളിയിലെ ഇമാമ്. നിങ്ങൾ തന്ന 30,000 അഷ്റഫി ദീനാറാണ്. മനസ്സിലായില്ല. ആ സമയത്താണ് ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോൻ എവിടെയെന്ന് ചോദിച്ചില്ലേ? 30,000 ദീനാർ ചെലവായോ എന്ന് ചോദിച്ചില്ലേ? രണ്ടിന്റെയും ഉത്തരം അത് തന്നെ. ആ പള്ളിയിലെ ഇമാമ് നമ്മുടെ പൊന്നുമോൻ റബീഅത്തോ. നിങ്ങൾ തന്ന 30,000 അഷ്റഫി ദീനാർ മിച്ചം പിടിച്ച്
പിടിച്ച് മിച്ചം പിടിച്ച് എന്റെ പൊന്നുമോനെ ഞാൻ വളർത്തി ഇന്നവന് മദീനത്തെ ഇമാമാ, മദീനത്തെ മുദർരിസ, മദീനയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പള്ളിയിലെ ഉസ്താദാണ്. അറബിയട്ടെന്ന പൊന്നുമോന് പഠിപ്പിച്ച മഹാനാണ് ഇമാമുനാ മാലിക് റഹിമഹുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് സമ്പത്ത് മക്കൾക്ക് കഴിക്കാനും പതയ്ക്കാനും പുകയ്ക്കാനും കുടിക്കാനും ഉടുക്കാനും നടക്കാനും ഓടാനും കൊടുത്താ പോരാ? ആ പൈസ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അവനെ ആത്മീയമായ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം, ഭക്ഷണം മാത്രമല്ല. ജനങ്ങൾ ആ മകനെ വാരി പുണരണം, ഭക്ഷണം കൊടുക്കണം. അപ്പൊ കാറ് വേണം, വീട് വേണം, നല്ല ഭാര്യ വേണം, മക്കള് വേണം, എല്ലാം വേണം. ഒപ്പം ജനങ്ങൾ വാരി പുണരണം. അങ്ങനെ ജനങ്ങൾ വാരി പുണരണമെങ്കിൽ കാശുകാരനായാ പോരാ. ജനങ്ങൾ വാരി പുണരണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാ പോരാ, MLA ആയാ പോരാ, MP ആയാ പോരാ, മന്ത്രി ആയാ പോരാ, ചീഫ് സെക്രട്ടറി ആയാ പോരാ, ചീഫ് ജസ്റ്റിസ് ആയാ പോരാ. ജനങ്ങൾ വാരി പുണരണമെങ്കിൽ അവന് മതബോധം വേണം, അതിന് ഇൽമും കൊടുക്കണം. അപ്പൊ ഭൗതിക ആത്മീയ സമന്വയമായി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. അവസാനമായി പറയുന്നു, ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഒരു കുഴിയിലും ചെന്ന് വീഴാൻ പാടില്ല. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാകാൻ പാടില്ല. അതിന് ഒരു ദുആ കൂടി പറയാം. സൂറത്ത് ഇബ്രാഹിം 35-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, പടച്ചവനെ വജ്നുബിനി വബനിയ നഅബുദൽ അസ്നാം വജ്നുബനി വബനിയ അൻഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയെ തൊട്ട് നീ കാക്കണം തമ്പുരാനെ. ഒരു വൃത്തികേടും മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങൾ, കൈകൂപ്പുന്നത്, അല്ലാഹ് അല്ലാത്ത സൃഷ്ടാക്കളെ നാം സൃഷ്ടാവായി അംഗീകരിക്കുന്നത് അഴിക്കാൻ, മാലിന്യമാണ്. അത് അള്ളാഹുവിനോട് ദുആ ചെയ്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വാപ്പ എന്നുള്ള, ഉമ്മ എന്നുള്ള നിലയിൽ ദുആ രക്കണം. പടച്ചോനെ, എന്നെ എന്റെ മക്കളെയും എന്റെ പ്രിയപ്പെട്ട മക്കളെ മുഴുവൻ മാലിന്യങ്ങളിൽ നിന്ന് നീ കാക്കണം തമ്പുരാനെ എന്ന ആത്മാർത്ഥമായ ദുആ. ഇത് ഇത്രയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഖുർആൻ നൽകുന്ന സമ്മാനമാണ്.